കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്നും ചെയ്യില്ല. മോളെ പ്രിയേ, നീ പറഞ്ഞ പ്രസാദ് കേൾക്കും. അപ്പച്ചി ഇവിടുന്ന് പറഞ്ഞു വിടലേന്ന് നീ പറ മോളെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഓങ്ങി വെച്ചിട്ട് കൊല്ലം കുറച്ചായി പ്രിയേ. ഇനി ഈ മുറ്റത്ത് പോലും നിങ്ങൾ കയറി പോവരുത്. ദുർഗേ, ദുർഗേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദുർഗേ, ദുർഗേ, പോട്ടെ. നിങ്ങൾക്ക് കൈയും കാലും ഒന്നും വേണ്ട. ദുർഗേ, ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളും നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മളല്ലേ കൂടെ നിന്നു. എന്റെ ഗുരുവായൂരപ്പ, ഇവർ ചെയ്യുന്നതിനൊക്കെ നീ തന്നെ ഇവരോട് പൊറുക്കണേ. ദുർഗെ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിനക്ക് വേണ്ടിയല്ലേ എന്റെ വീടും ഭർത്താവിനെയും ഒക്കെ കളഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിന്നത്. ചെയ്തതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ അങ്ങനെ തന്നെ പറയണോടെ. ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വേഗം സ്ഥലം വിട്ടോ. ഇനി തറവാടിന്റെ പേരും പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തെങ്ങാനും കണ്ട അപ്പച്ചാണെന്നൊന്നും നോക്കില്ല. ഞാൻ വിവരം അറിയും. നിങ്ങളുടെ മാറാപ്പ് ഇനി ഈ ഗേറ്റ് കടന്ന ഈ വീട് അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ പിടിച്ച് ലോക്കപ്പിലാക്കും. പൊയ്ക്കോ. ഈ കാണുന്ന പെട്ടി എടുത്തിട്ടേ റോഡ് സൈഡിൽ കൂടെ അങ്ങ് നടന്നോ. ഇനി ഡിസ്ട്രിക്റ്റിൽ കണ്ടുവരുത്. കൊള്ളാം മോനെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. നീയൊക്കെ നശിച്ച് നാറാണക്കല്ല് പെറുക്കി നാട് വിട്ടു പോവും. നോക്കിക്കോ, നോക്കിക്കോ. എനിക്ക് അഷ്ടമത്തില് ശനി ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ പോകുന്നു. അയ്യോ, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നെ എന്റെ തറവാട്ടീന്ന് അടിച്ചിറക്കുന്നത് മനസ്സിലാക്കിക്കോ നീ. എന്റെ ആങ്ങള, എന്റെ ഗുരുവായൂരപ്പ. അയ്യോ, എന്റെ പെട്ടി. എന്റെ മരുമോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുതന്ന പെട്ടിയ. ദൈവമേ സ്തുതി. അങ്ങനെ ആ മാരക വൈറസ് ഇവിടുന്ന് പോയി. എത്ര കാലമായിട്ട് വിചാരിക്കുന്ന. ആ ദുർഗ, ഇനി ഇവിടെ എരുമച്ചാണകം തെളിച്ച് ശുദ്ധി വരുത്തണം. അതിനു മുമ്പേ എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വെയിറ്റ്. എന്റെ ദൈവമേ, അങ്ങനെയാ മാരണ ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടി. സന്തോഷായി. എന്റെ ദൈവമേ. സുലു, സർ, ഒരു രാജവെമ്പാലെ വാലിന് പിടിച്ച് കറക്കി ദുർഗ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കണ്ടായിരുന്നു? കണ്ടു സർ. ആ, കണ്ടത് നന്നായി. സാറേ, ആ പാഷാണ തള്ളയെ അത് ചെയ്താ പോരായിരുന്നു. അവരുടെ കാല് രണ്ടും തല്ലി ഓടിക്കണമായിരുന്നു. അത് ശരിയാ, അവര് മുട്ടുകാലി കഴിഞ്ഞ് പോണമായിരുന്നു അല്ലേ? അതെ സർ. അത് ഒരു രാജവെമ്പാല. രാജവെമ്പാല അല്ലെങ്കിലും കടിച്ച കുറച്ചൊക്കെ വിഷമേൽക്കുന്ന മറ്റൊരു ഇനം പാമ്പുണ്ട്, അറിയാവോ? വളവളപ്പന്ന അതിന്റെ പേര്. ശരിയാ സർ. അതിന് മോതിരവളയൻ എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പൊ ഈ പാമ്പ് വർഗത്തിനെ കുറിച്ചൊക്കെ സുലുവിന് ശരിക്കും അറിയാം. പിന്നല്ലാതെ. ഈ ചെന്നായ, ചീങ്കണ്ണി, പോത്ത്, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, ഓന്ത്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും. ഇതൊരു ചങ്ങമ്പുഴ കവിത കേട്ട പോലെ ഉണ്ടല്ലോ. അല്ല സാർ, ഈ രാജവെമ്പാലയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു ഒഴുക്കം വീട്ടിൽ പറഞ്ഞു പോയതാ. ഞാൻ നേരത്തെ ഒരു വളവളപ്പം പാമ്പിനെ കുറിച്ച് പറഞ്ഞു. ഏതാണ്ട് അതാണ് നീ. പക്ഷേ നീ ഒരു കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളവളാ. ദുർഗയോട് നീ നന്ദിയും സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരട്ട തള്ളയോടൊപ്പം ചേർന്ന് ഈ കുടുംബത്തോട് ചെയ്യാൻ പാടില്ലാത്ത പലതും നീ ചെയ്തു. സാർ, അത് ഇനി ഈ കുടുംബത്തിൽ
ബന്ധുക്കാരെന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ ഉപദേശ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. അതുകൊണ്ട് നീയും പോണം. ഇന്ന് ഇപ്പൊ തന്നെ. അയ്യോ സർ, സർ പ്ലീസ് സർ, എന്നെ പറഞ്ഞേക്കല്ലേ സർ, പ്ലീസ് സർ, എന്നെ പറഞ്ഞേക്കല്ലേ സർ, നിന്നെയും പറഞ്ഞയച്ചേ പറ്റൂ. പ്ലീസ് സർ. ഇനി ഒരു കാര്യത്തിലും ഞാൻ അലിയില്ല. മാരകമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ കനിവും കാരുണ്യൊക്കെ അങ്ങ് ഒലിച്ചു പോയി. സർ, സർ പ്ലീസ് സർ, സർ. സർ ഞാൻ ദുർഗേച്ചി, എന്നെ പറഞ്ഞു വിടരുതെന്ന് പ്രസാദ് സാറിനോടൊന്ന് പറ ദുർഗേച്ചി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സുലു? ഇന്നു മുതല് എന്റെ ഭർത്താവിന്റെ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കൂ. അല്ല, അപ്പൊ എന്റെ കാര്യത്തില്? അന്യരുടെ കാര്യത്തിന് വേണ്ടി ഭർത്താവിനെ ധിക്കരിക്കുന്ന ആ പഴയ ഏർപ്പാടെ ഞാനങ്ങ് നിർത്തി. നീ പോകണമെന്ന എന്റെ ഭർത്താവിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനവും അതാണ്. അയ്യോ അല്ല ദുർഗേച്ചി, എന്നാലും. ഒരെന്നാലും ഇല്ല. ഞാൻ ഈ വീട്ടിലെ കുടുംബിനിയാണ്. പക്ഷേ കുടുംബനാഥൻ പ്രസാദേട്ടനാണ്. കുടുംബനാഥൻ പറയുന്നത് കുടുംബിനി കേൾക്കണം, അനുസരിക്കണം. ഇവിടുത്തെ കുടുംബനാഥൻ നല്ലത് മാത്രമേ പറയൂ. ഇതിരിക്കട്ടെ. ഇത്രയും നാള് നീ എന്റെ കൂടെ നിന്നതല്ലേ? ഇത്രയും നാളും ഞാൻ ചേച്ചിയുടെ അനിയത്തിയെ പോലെയല്ലേ നിന്നത്? നീ അനിയത്തിയൊക്കെ തന്നെയാ. പക്ഷേ ഇനി നീ ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ. സുലുവന്റിന്റെ അകത്തേക്കൊന്നും പോണ്ട. ദേ ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ ആദി, ഞാൻ പോകുന്നതിൽ നിനക്ക് സങ്കടമൊന്നും ഇല്ലടാ? സങ്കടമൊക്കെ ഉണ്ട്. എന്തിനാന്നറിയോ? ചെവിക്കുറ്റി നോക്കിട്ടെ ഒരെണ്ണം തരാതെ വിടുന്നതിന്. ദുർഗേച്ചി, അയ്യോ. ചേച്ചി, എന്റെ കാര്യത്തില് പ്രേച്ചിയുടെ മനസ്സലിയോ? ഒരിക്കലുമില്ല. ആർപ്പോടെ വിതച്ച കണ്ണീരോടെ കൊയ്യ, കൊടുത്ത കൊല്ലത്തും കിട്ടും. തുളസിമോളെ, എങ്ങനെ പറയണമെന്നറിയില്ല. പറയാൻ വാക്കുകളും ഇല്ല. എങ്കിലും ഈ പാവപ്പെട്ട സുലു ആന്റിക്ക് നീ മാപ്പ് തരണം. സുലു ആന്റി കരയാതെ. എല്ലാവരോടൊപ്പം ഞാനും കൂടി മോളെ ഒത്തിരി ഉപദ്രവിച്ചു. നിന്നെ കൊല്ലാൻ തയ്യാറായവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം മോളെ. അവർക്കൊക്കെ മോളെ കൊന്നിട്ട് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മോളെ ഇല്ലാതാക്കിയിട്ട് നേടാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സുലു ആന്റിക്ക് നേടാൻ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സ്വന്തം എന്ന് പറയാൻ ഒരാള് പോലുമില്ല. ആ ഞാനാ അനാഥ പെണ്ണ് തെരുവ് തെങ്കെന്നൊക്കെ പറഞ്ഞ് മോള് കരയിപ്പിച്ചത്. മഹാപാപിയ മോളെ ഞാൻ. എനിക്ക് മാപ്പ് തരണം. സുലുവിന്റെ വിഷമിക്കൊന്നും വേണ്ട. രക്തബന്ധമുള്ളവർ എന്നെ കൊല്ലാൻ നോക്കി, പിന്നല്ലേ നിങ്ങൾ. പൊയ്ക്കോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. പോട്ടെ.
ഈ വീട്ടിലെ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്തൊക്കെ മഹാപാപങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്നത്. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. അങ്ങനെ മാറാലകളെല്ലാം അടിച്ചു തൂത്ത് വീട് വൃത്തിയാക്കിയതുപോലെ അല്ലേ? മലിനമായതൊക്കെ പോയി. ഏതാണ്ട് ഒരു ശുദ്ധികലശം നടത്തിയതുപോലെ അല്ലടാ? ഇതൊക്കെ വളരെ നേരത്തെ വേണ്ടതായിരുന്നു. എന്തു ചെയ്യാൻ പറ്റും? തലേ വരെ തൂത്തുകളയാൻ പറ്റുമോ? അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. ഇന്നു മുതൽ ഇത് നമ്മുടെ മാത്രം വീടാ. ഏഷണി പറഞ്ഞ് മനസ്സിന്റെ താളം തെറ്റിക്കാൻ ഇവിടെ സാത്താന്റെ സന്തതികൾ ആരും തന്നെ ഇല്ല. ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയും നമ്മുടെ 2 മക്കളും മാത്രം. എന്തൊരു സന്തോഷമുള്ളൊരു വീടായിപ്പോ ഇത് അല്ലേ? ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് പരസ്പര സ്നേഹവും സമാധാനവുമാണ്. അത് നമുക്ക് വീണ്ടെടുക്കണം. ഇനിയുള്ള കാലം വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണം. മോളെ, എന്താടി നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അയ്യോ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. നല്ല ഭംഗി. മതിയടി, നിർത്ത്. ഇപ്പോഴാണോ എനിക്ക് സൗന്ദര്യമാണെന്ന് അറിഞ്ഞത്? ഇതാള് വേറെയാ. തരത്തിൽ പോയി കൊത്ത്. ദേ, നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ഞാനും കൂടി ഇപ്പൊ പുറത്തായി. ഓ അങ്ങനെ. എന്നെ അവരടിച്ച് പുറത്താക്കി. ഭാഗ്യത്തിന് തല്ലിയില്ല. ഓ, നിന്നെ പുറത്താക്കിയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പാ. എന്റെ കയ്യിലിരിപ്പൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കൂടെ കൂടി ആ വീട്ടുകാർക്കിട്ട് വേല വെക്കാൻ തുടങ്ങിയതിന് എനിക്ക് കിട്ടിയ സമ്മാനം ഇത്. നിങ്ങൾ കാരണം ഞാൻ ഏഷണി പഠിച്ചത്. ഓയോ, നിങ്ങൾ ഒരൊറ്റ ആള് കാരണം ഞാൻ കുശുമ്പും കുന്നായ്മയും പരദൂഷണവും ടോർപ്പിടയും ഒക്കെ പഠിച്ചത്. അയ്യോ പാവം. നിങ്ങൾ അടിമുടി കീടനാശിന. കൊള്ളാം. പബ്ലിക് റോഡാണെന്നൊന്നും ഞാൻ നോക്കില്ല. തലക്കിട്ടെന്ന് ഞാൻ വച്ചു തരും. പിന്നെ നീ പെരുവഴി കിടന്ന് മരിക്കും. പെരുവഴി കിടന്ന് പട്ടിയെ പോലെ ചാവുന്നതേ നിങ്ങളായിരിക്കും. നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ ഭർത്താവ് കാവടി എടുത്ത് തീർത്ഥാടനത്തിന് പോയതൊന്നുമല്ല, അയാള് ജീവനും കൊണ്ട് ഓടിയതാ. എനിക്ക് അടിമുടി വിറയ്ക്കുന്നുണ്ട്. വിറയ്ക്കും. അതെ, വൈറൽ ഫീവർ ആയിരിക്കും, അല്ലെങ്കിൽ ഒമിക്രോൺ. നിങ്ങൾ എന്ത് മഹാദ്രോഹി അപ്പച്ചി. കൊച്ചുമകളെ കൊണ്ടുവന്ന് മോഹിപ്പിച്ച് ആ കൊച്ചിന്റെ ജീവിതം കൂടി നശിപ്പിച്ചു. അത് അതിന്റെ പാട്ടിന് പോകാൻ പലവട്ടം തീരുമാനിച്ചതാ. അപ്പോഴൊക്കെ നിങ്ങൾ പിടിച്ചു നിർത്തി. ഒടുവിലതേ അതിനെ ജയിലിലും ആക്കി. എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ പാട് നോക്കിപ്പോ. ഇത്രയും കാലം അവരോട് പ്രതികാരം ചെയ്യാൻ നടന്നിട്ട് എന്തായി? എന്ത് നേടി? അതെ, ഞാൻ തോറ്റു കൊടുക്കൊന്നുമില്ല. അതാണല്ലോ ഈ പെരുവഴിയിൽ ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. എനിക്കൊരു വീടുണ്ട്, നിനക്ക് അതുപോലും ഇല്ലല്ലോ. പോടി. ബാക്കിയുള്ളവരെയൊക്കെ ചതിക്കാൻ നടക്കുന്നവർക്കേ ഇത് തന്നെ അനുഭവം. ഒടുവിൽ ഇതുപോലെ വന്ന് പടകുഴിയിൽ അങ്ങ് വീഴും. ആയിക്കോട്ടെ. കൊച്ചുമകളാണെങ്കിൽ സബ് ജയിലിലും, ഭർത്താവ് നാട് നീളെ, നിങ്ങൾ ഈ പെരുവഴിയിലും. നിന്നെ ഞാൻ
ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ മുട്ടുകാലടിച്ച് ഞാൻ തകർക്കും. പിന്നെ നീ ഇങ്ങോട്ട് വാ. വരുന്നുണ്ട്. ചതിയും വഞ്ചനയും കാണിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുന്ന എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും, പലിശ സഹിതം. പിന്നെ നിനക്ക് മാത്രം ഉരുട്ടി വെച്ചിരിക്കുന്നു. കിട്ടും. വേഗം ഇവിടുന്ന് നാട് വിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ടേ നിങ്ങളുടെ അന്ത്യകൂദാശ നടത്തും. അയ്യോ, എന്തായാലും നിങ്ങൾക്ക് എന്റെ ആദരാഞ്ജലികൾ. നന്നായി വാ. പൊടി പൊടി. ശരി, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോട്ട് ഞാൻ നോക്കിക്കൊള്ളാം. നീ പോ. മകനുണ്ട്, ചേട്ടന് മകനുണ്ട്. അവനെ കൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യിക്കണം. ഇവിടെ ആരും ഇവരുടെ മോനെ കണ്ടിട്ടില്ല. അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മോനില്ല. എന്തോടോ ഈ ആലോചിക്കുന്നത്? ജയനെ കുറിച്ചാ. ആദ്യം കാണുമ്പോഴെല്ലാം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവില്ലേ? ഇതെന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം മോനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ ആ പാവം ഈ ഭൂമിയിൽ നിന്ന് പോയി. ജന്മം നൽകിയ മകന്റെ കൈകൊണ്ട് ആ പാവത്തിന് ലഭിച്ചത് വായ്ക്കരിയും ഒരു തുള്ളി നീരുവാ. ജയന് സ്വന്തം മകനെ സ്നേഹിക്കാനുള്ള അവസരം നിഷേധിച്ചത് ഞാനല്ലേ പ്രസാദേട്ട? ജയന്റെ ആത്മാവ് എന്നെ ശപിക്കുന്നുണ്ടാവോ? തനിക്കറിയില്ല ജയനെ. തന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തനിക്ക് ദാനം ചെയ്ത ജയന്റെയും പ്രിയയുടെ ആ വലിയ മനസ്സിന് ഞാൻ എത്രയോ പ്രാവശ്യം മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഒരു നന്ദി വാക്ക് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ജയനോ പ്രിയയോ തന്നെ ശപിച്ചിട്ടുണ്ടാവില്ല. ആത്മഹത്യയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷിച്ചിട്ടുണ്ടാവുള്ളൂ. വലിയ മനസ്സ് തന്നെ അവരുടേത്. ആകാശത്തോളം വലിയ മനസ്സ്. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. പുതപ്പിച്ച് കിടത്തിയ ജയന്റെ ശരീരം കണ്ടിട്ടും എന്റെ കണ്ണുകളൊന്നും നനഞ്ഞതുപോലുമില്ല. ഞാൻ സത്യമോ പറയുന്നത് പ്രസാദേട്ടാ? ഒരു പരിചയക്കാരൻ മരിച്ച ദുഃഖം പോലും എനിക്ക് തോന്നിയിരുന്നില്ല. അത്രയ്ക്കും കടുപ്പപ്പെട്ട മനസ്സാ എന്റേത്. ഞാൻ മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല, വെറും കല്ലായിരുന്നു. മനസ്സും മനസാക്ഷിയും ഒന്നുമില്ലാത്ത വെറും കല്ല്. ദുർഗ, സാരമില്ലടോ. സത്യം പറഞ്ഞു, ഇപ്പൊ ജയനെ ഓർത്ത് എനിക്കിന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. നമ്മുടെ മോളെ മിടുക്കിയായി വളർത്തി നമുക്ക് തന്നെ തിരിച്ചു തന്നില്ലേ? ജയന്റെയും പ്രിയയുടെയും മുന്നിൽ കൈകൂപ്പി നിന്ന് 10,000 നന്ദി പറയാൻ എന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജയന്റെ ആത്മാവ് അതറിയുന്നുണ്ടോ? പ്രിയയോട് ഞാൻ ചെയ്തതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക പ്രസാദേട്ട. ഭർത്താവില്ലാതായതിന്റെ ദുഃഖത്തിൽ കഴിയുന്ന അവളോട് ഒരു തരി സഹതാപം പോലും ഞാൻ കാണിച്ചിട്ടില്ല. സഹതാപം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു ഞാൻ. അതിനൊക്കെ ഞാൻ എങ്ങനെയാ പ്രസാദേട്ട പ്രായശ്ചിത്തം ചെയ്യാ? ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ താൻ തിരിച്ചറിയുന്നില്ലേ? അത് മതി. പശ്ചാത്തപിച്ചാൽ പൊറുക്കപ്പെടാത്ത പാപങ്ങളില്ലാന്ന് പഴമക്കാര് പറയുക. എടോ, നമുക്ക് മുന്നിൽ ഒരുപാട്
ജീവിതം ഇനിയും ബാക്കിയില്ലേ? ശേഷിക്കുന്ന കാലം മുഴുവൻ അവളെ സ്നേഹിക്കുക, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുക. പ്രായശ്ചിത്വമായിട്ട് അത് ചെയ്താൽ മതി. ഇന്നു മുതല് അവള് പ്രസാദേട്ടന്റെ മാത്രം അനിയത്തിയല്ല, എന്റെയും കൂടി അനിയത്തിയ. എന്നിട്ടും എന്റെ മനസ്സ് ശാന്തമാവുന്നില്ല പ്രസാദേട്ട. എന്റെ മനസ്സ് ശാന്തമാവണമെങ്കിൽ ഒരാള് കൂടി എന്നോട് ക്ഷമിക്കണം. അതാരാ? പ്രസാദേട്ടൻ തന്നെ. ജയൻ ആദ്യെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം മകളായ തുളസിയെ സ്നേഹിക്കാൻ പ്രസാദേട്ടനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അനന്തരവൾ മകന്റെ ഭാര്യ എന്നൊക്കെ തുളസിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോ പ്രസാദേട്ടന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ? സ്വന്തം മകളെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നിഷേധിച്ച എന്നെ പ്രസാദേട്ടൻ ശപിച്ചിട്ടുണ്ടാവില്ലേ? പറയേ പ്രസാദേട്ട, എന്നോട് ദേഷ്യമുണ്ടോ പ്രസാദേട്ടന്? വെറുപ്പുണ്ടോ? സത്യം പറഞ്ഞ എനിക്ക് തന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. സ്വന്തം മകളെ മാറി നിന്ന് സ്നേഹിക്കേണ്ടി വന്ന ഏതൊരച്ഛനും അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയവരോട് ദേഷ്യം തോന്നില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. തന്നോട് വെറുപ്പ് തോന്നിയിരുന്നു എനിക്ക്. പ്രസാദേട്ട, പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിൽ ആ വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല.